ആണ്ടാൾ തിരുപ്പാവൈ പാസുരം 19. കുത്തുവിളക്കെറിയ കോട്ടുകാൽ കട്ടിൽമേൽ മെത്തിൻ്റെ പഞ്ചശയനത്തിന്മേലേറി കൊത്തലർ പൂങ്കുഴൽ നപ്പിന്നൈ കൊങ്കൈമേൽ வைத்துக்கிடந்த மலர் மார்பாவாய் திறவாய் மைத்தடம் கண்ணினாய் நீயுன் மணாளனை எத்தனை போதும் துயிலிழ ஒட்டாய் காண் எத்தனை ஏழும் பிரிவாற்ற கில்லாயால் തത്വമന്ത്രു തകവേളോരെമ്പാവായ്. മുകളിൽ പറഞ്ഞ പ്രകാരം വാതിൽ തുറക്കാനായി നപ്പിന്നയോട് പ്രാർത്ഥിച്ചിട്ടും ദേവി ഉണർന്നില്ല. അപ്പോൾ ഭഗവാനും ദേവിയും ആലിംഗനബദ്ധരായി ശയ്യാഗൃഹത്തിൽ ശയിക്കുന്നുണ്ടാവാമെന്ന് കന്യകമാർ കരുതി. ഭക്തിയോടെ പാടി ഭഗവത് ദർശനത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങൾക്കായി നീ നിന്റെ ആലിംഗനത്തിൽ നിന്നും ഭഗവാനെ മോചിപ്പിച്ചാലും എന്ന് അവർ വീണ്ടും നപ്പിന്നയോട് പ്രാർത്ഥിക്കുന്നു. നപ്പിന്നെ കൊങ്കൈമേൽ വൈത്തുക്കിടന്ത മലർമാർപ്പ എന്നു പറഞ്ഞിരിക്കുന്നതിന് വിശേഷമായ അർത്ഥമുണ്ട്. ശ്രീ വൈഷ്ണവ മതപ്രകാരം വിഷ്ണു പത്നിമാർ ശ്രീദേവി, ഭൂദേവി, നീളാദേവി എന്നീ 3 ദേവിമാരാണ്. പ്രാധാന്യമനുസരിച്ച് ശ്രീ, ഭൂ, നീള എന്നതാണ് ഇവരുടെ ക്രമം. സാക്ഷാൽ ക്ഷമ എന്നും മറ്റും വേദാന്ത ദേശികരാൽ പ്രകീർത്തിക്കപ്പെട്ട ഗോദ ആണ്ടാൾ ദേവി ഭൂമിദേവിയുടെ അവതാരമെന്നു പ്രസിദ്ധി. നപ്പിന്നെ നിളാദേവിയുടെ അവതാരമെന്നു വിശ്വസിക്കപ്പെടുന്നു. ഭൂമിദേവിയായ ഞാൻ നിന്റെ അനുഗ്രഹത്തിനായി കേഴുമ്പോൾ നീ എന്നെ വിസ്മരിച്ച് നിളാദേവിയുടെ കൊങ്കമേൽ ശയിക്കുന്നുവോ എന്ന് ആണ്ടാൾ ഭഗവാനെ പഴിക്കുകയാവാം. തത്വം അன்று തകവു ഏൽ ശ്രീ വൈഷ്ണവ മതപ്രകാരം ഭക്തന്മാരുടെ പിഴകൾ പുറത്ത് അവരോട് കരുണ കാണിക്കുവാനായി പ്രാർത്ഥിക്കുകയാണ് വിഷ്ണുപത്നിമാർ. നിളാദേവിയായ നപ്പിന്നെ നീ തത്വം വിസ്മരിച്ചുവോ? ഭക്തന്മാരോട് ദയ കാണിക്കുന്നതാണ് നിന്റെ കർത്തവ്യം. നീ അതോർത്ത് സ്വാർത്ഥത വെടിഞ്ഞ് കാർവർണനെ നിന്റെ ആലിംഗനത്തിൽ നിന്ന് മോചിപ്പിച്ചാലും കാരുണ്യം കൈക്കൊണ്ടാലും.